മോദിക്ക് പോലും അറിയാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ശശി തരൂർ ഒരു മുന്നറിയിപ്പായി കൊണ്ട് പറഞ്ഞു വെച്ചത്. രാജ്യങ്ങളോട്, പ്രത്യേകിച്ച് ഇന്ത്യയേക്കാൾ ചെറിയ രാജ്യങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് കൂടി അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുദാഹരണമായി അദ്ദേഹം പറയുന്നത് ഇന്ത്യ പലതവണ മാലദ്വീപിനെ സഹായിച്ചിട്ടുണ്ട് എന്നതാണ്. രൂക്ഷമായ ജലക്ഷാമം നേരിട്ട ഒരു സമയമുണ്ടായിരുന്നു മാലദ്വീപിൽ. അന്ന് അവിടെ അധികാരത്തിലിരുന്ന പാർട്ടി ഇന്ത്യക്കെതിരെ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ആരംഭിച്ച സാഹചര്യമായിരുന്നിട്ട് കൂടി മാലദ്വീപിന് ഇന്ത്യയാണ് കുടിവെള്ളം നൽകിയതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫലങ്ങളെക്കുറിച്ച് ആകുലപ്പെടാതെ ശരിയായ കാര്യം ചെയ്യണമെന്നതാണ് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നത്. പ്രായം കുറഞ്ഞ അയൽക്കാരൻ്റെ സംവേദനക്ഷമതയെ നാം മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും വേണമെന്നാണ് അദ്ദേഹം മോദിയെ ഓർമ്മപ്പെടുത്താനായിട്ട് ആ പഴയ സംഭവത്തെ എടുത്തുകൊണ്ട് പറഞ്ഞത്. മാലദ്വീപിൽ 100% മുസ്ലിങ്ങളുണ്ടെന്ന് ശരിയാണെന്നും എന്നാൽ പാകിസ്ഥാനിൽ നിന്നും കാര്യമായ സ്വാധീനമൊന്നും മാലദ്വീപിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ചെറിയ അയൽക്കാർക്ക് എല്ലായ്പ്പോഴും വലിയ അയൽക്കാരുമായി പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ അവർക്ക് നമ്മുടെ നിലപാടുകളോട് ഉദാസീനരാകാനും ഇന്ത്യയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അജ്ഞരാകാനും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്നുകൂടി തരൂർ എടുത്തു പറയുന്നുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് ഒരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് മാലദ്വീപ് സർക്കാരിൻ്റെ ചൈനയുമായുള്ള വർദ്ധിച്ചു വരുന്ന അടുപ്പം എന്നത് നാം സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ടെന്നും നമ്മുടെ അയൽ രാജ്യങ്ങളിലെല്ലാം മാലദ്വീപ് അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ്, അതുകൊണ്ട് വിദേശകാര്യത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നതാണ് തരൂർ പറഞ്ഞു വെക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ അയോധ്യയും മറ്റും ഉയർത്തി കാണിക്കുമ്പോൾ തന്നെ രാജ്യാതിർത്തികളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുക കൂടി ചെയ്യുകയാണ് ലോക നേതാവ് കൂടിയായ ശശി തരൂർ.